ആത്മസ്വരൂപത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഉദാസീനായി സാക്ഷിരൂപേണ വിളങ്ങുന്നുവോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഭഗവാനാണ് എല്ലാവരുടെ ഉള്ളിൽ പ്രവേശിച്ച് എല്ലാം സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്തിരുടിയിൽ സഗുണമായ ജീവഭാവവും നിർഗുണമായ പരമാത്മഭാവവും വിരുദ്ധമല്ല. അവസാനമില്ലാത്ത ഗുണങ്ങളോടും അളന്ന് കണക്കാക്കാൻ കഴിയാത്ത മഹിമയോടുകൂടിയാണല്ലോ അവിടുന്ന്. ആത്മസ്വരൂപത്തെ അറിയാൻ പ്രയോജനപ്പെടുത്താത്ത സംശയങ്ങൾ, യുക്തിചിന്തകൾ, തീരുമാനങ്ങൾ, അസത്തായ പ്രമാണങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ശാസ്ത്രങ്ങൾ പഠിച്ചതിനാൽ ദുഷിച്ച ബുദ്ധിയോടുകൂടിയവരുടെ വാദങ്ങൾക്ക് വഴങ്ങാത്തവനാണ് അവിടുന്ന്. മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സകലതും തന്നിൽ അടക്കിയവനും സ്വതന്ത്രനും കേവലാത്മാവുമായി വർത്തിക്കുന്നുവെങ്കിലും അങ്ങയിൽ സഗുണഭാവവും നിർഗുണഭാവവും അസംഭാവ്യമല്ല. അവിടുന്ന് വാസ്തവത്തിൽ 3 ഗുണങ്ങളും ഇല്ലാത്തവനും സൃഷ്ടിയാദി ലീലകൾ നടത്തുവാൻ സഗുണനുമാണ്. എല്ലാത്തെയും സമമായി കാണുന്ന ജ്ഞാനികളുടെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന അനുഭവവും പ്രപഞ്ചത്തെ സത്യമായി കാണുന്ന അജ്ഞാനികളുടെ വാദവും അവിടുന്ന് അനുവദിക്കുന്നു. കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നവർക്ക് പാമ്പ് മാത്രം സത്യം, കയറിനെ കാണുന്നവർക്ക് കയർ സത്യം. ഇതുപോലെയാണ് അജ്ഞാനികളുടെ ജ്ഞാനാത്വ ദർശനവും ജ്ഞാനികളുടെ സമദർശനവും. സകല വസ്തുക്കളിലും പരമാർത്ഥ സ്വരൂപേണ വിളങ്ങുന്നവനും സർവ